ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ച് രണ്ടാം ദിന റെക്കോർഡ് കളക്ഷനുമായിട്ട് ദിലീപ് ചിത്രം ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞ ഫഫ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ദിലീപ് ചിത്രത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജനപ്രിയ നായകൻ ദിലീപിന്റെ ഗംഭീര തിരിച്ചുവരവിന് വഴിയൊരുക്കിയ ചിത്രമായിരുന്നു ഫഫ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ലാലേട്ടൻ്റെ കമിയറോടുകൂടി എത്തിയപ്പോൾ ചിത്രം തിയേറ്ററുകളിൽ പൂരപ്പറമ്പായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ദിലീപിന് ഗംഭീര തിരിച്ചുവരവ് വഴിയൊരുക്കിയിരിക്കുകയാണ് ഫഫ എന്ന് പറയുന്ന സിനിമ. ദിലീപിനും മോഹൻലാലിനും ഒപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ, വിനയ് ശ്രീനിവാസൻ തുടങ്ങിയ കൂട്ടുകാരോട് എത്തിയപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന് വെള്ളിയാഴ്ച ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 3.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം 20 കോടി രൂപ കളക്ട് ചെയ്തായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. രണ്ടാം ദിനം ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു ശനി ഞായർ ദിവസത്തോടെ കഴിയുമ്പോൾ തന്നെ ഒരുപക്ഷെ 35-40 കോടി ക്ലബിൽ ഇടം നേടാനുള്ള സാധ്യതകൾ നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ചിത്രത്തിന് വരും ദിവസങ്ങളും ഇതേ ഹോൾഡ് നിലനിർത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇതേ വിജയം ആവർത്തിക്കാൻ സാധിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഫഫ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.